ജ്യോതിക പണി വരുന്ന കാര്യം അറിഞ്ഞായിരുന്നോ? എന്ത് കാര്യം? നമ്മുടെ AI ക്യാമറയുടെ. ഞാൻ കേട്ടു. അപ്പൊ നമ്മുടെ AI ക്യാമറ ഇത്രയും നാളും ഇല്ലാന്നായിരുന്നു വാദം. പക്ഷെ ശരിക്കും അങ്ങനെ അല്ലെന്നേ. നമ്മുടെ കെൽട്രോണ് ഒരു അധിക ബാധ്യതയുണ്ട്. ജിയോക്ക് പണം അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പൊ ഈ പണം അടയ്ക്കാൻ അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടായിരുന്നു ഇത്രയും നാളും AI ക്യാമറ പ്രവർത്തനം ഇല്ലാതിരുന്നത്. എന്താണെങ്കിലും ഇപ്പോ സർക്കാർ അതൊന്ന് പുതിയതായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് സംശയം ഇനി ഇത്രയും നാളും കെട്ടിക്കിടന്നുള്ള ഫൈനൊക്കെ ഒരുമിച്ച് ഇനി ചെല്ലാനായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അല്ല, ഇത് ഈ ഒരു ഫൈൻ അല്ല, ഇത്രയും നാളും AI ക്യാമറ പ്രവർത്തിക്കാത്തത് എന്താണ്, പുതിയ സർക്കാരിനെ വിമർശിച്ച് കുറച്ച് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും നാളും. പക്ഷെ ഇത് ശരിക്കും കഴിഞ്ഞ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടായിരുന്നു. കാരണം അവർ കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കാനില്ലാത്തത് കൊണ്ടായിരുന്നു ഈ AI ക്യാമറകൾ പ്രവർത്തനക്ഷമമാകാതിരുന്നത്. അപ്പോൾ ഇനിയിപ്പോ പുതിയ സർക്കാർ അത് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ ഫണ്ടൊക്കെ വകവരുത്തി അങ്ങനെ പോവാണ് മുന്നോട്ടേക്ക്. എന്തായാലും ജിയോയുടെ കയ്യില്, അതായത് അംബാനിയുടെ കയ്യിൽ എന്തായാലും നമ്മുടെ നാട്ടിലെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇനി പൈസ മൊത്തവും അങ്ങ് അടച്ചു ചെല്ലുമ്പോഴേക്കും ഇതിന്റെ ഒരുമിച്ചുള്ള ചെല്ലാൻ വന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ പണി വരുന്നില്ലേ? അതിനെപ്പറ്റി അവർ വ്യക്തമായൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും നാളും ഈ ഒരു AI ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതിലെ ഡാറ്റാബേസുകളായിരുന്നു കൈമാറാൻ പറ്റാതിരുന്നത്. കാരണം അവിടുത്തെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നു. അതുകൊണ്ട് ഇനി വീണ്ടും ഈ ഇന്റർനെറ്റ് പുനഃക്രമീകരിക്കുമ്പോൾ ഈ ഒരുമിച്ചുള്ള ആ ഒരു ഡാറ്റാബേസ് പോവുകയും അതിനുള്ള ഫൈൻ എല്ലാവർക്കും ഒരുമിച്ച് ഒരു നോട്ടിഫിക്കേഷനായി പോകുമോ എന്ന കാര്യത്തിൽ അവർ ഇതുവരെ വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ല അല്ലേ? എന്തായാലും അത് നമുക്ക് വഴിയെ കാണാം. ഫൈനൊക്കെ അടച്ചു തീർക്കുമ്പോഴേക്കും ചിലപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു ധാരണയാവുമായിരിക്കും. സർക്കാർ ഒരു അയവൊക്കെ തരുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി വരുന്ന പൈസ അടച്ചതിന് ശേഷമുള്ള AI ക്യാമറ മാത്രമേ പരിഗണിക്കൂ എന്നുള്ളൂ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ കൃഷ്ണേന്ദു, ഈ AI ക്യാമറയെ ഭയന്നു മാത്രം വെക്കേണ്ട ഒന്നാണ് ഈ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒക്കെ. അല്ലല്ലോ, കാരണം അത് നമ്മുടെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് എനിക്ക് തോന്നുന്നു AI ക്യാമറ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട് എന്നല്ലേ? AI ക്യാമറ ഉള്ളതുകൊണ്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കുറെ ആൾ കള്ളം കാണിക്കാറുണ്ട്. അതായത് AI ക്യാമറ എത്താനാകുമ്പോ ചിലവര് ബൈക്കില് രണ്ടാമതിരിക്കുന്ന ആൾ ഹെൽമെറ്റ് ഒന്നും വെക്കുന്നുണ്ടാവില്ല, അവിടെ നിന്ന് നിർത്തിയിട്ട് നടക്കും. ശരിയാണ്. എന്നിട്ട് AI ക്യാമറ കഴിഞ്ഞിരിക്കും. ഇതെന്തോ അത് വേറൊന്നുമല്ല, 500 രൂപ പോകുമല്ലോ പോക്കറ്റിൽ നിന്ന്. അതുണ്ട്. അത് മാത്രല്ല, അതെന്തോ ഒരുമാതിരി ബാധ്യത പോലെയാണ്. ശരിക്കും അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ജീവന് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഈ AI ക്യാമറ വെച്ചതിനൊക്കെ ശേഷം നമ്മുടെ അപകട നിരക്കിലൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അത് കൂടുതൽ കാര്യക്ഷമമാകുമ്പോൾ എന്തായാലും നമ്മുടെ അപകട നിരക്കിലൊരു കുറവ് വരും എന്നുള്ളത്. ഹോസ്പിറ്റൽസിലൊക്കെ ആക്സിഡന്റ് റേറ്റ് കുറവായിരിക്കുന്ന നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തന്നെയാണ് വേണ്ടത് അല്ലേ? അപ്പൊ ഈ ഹെൽമെറ്റ് ഒക്കെ വെക്കാൻ മടിയുള്ളവർക്ക്, അതെ, കൂട്ടി പോകുമെന്നൊക്കെ പേടിയുള്ളവർക്ക് ഒന്ന് സൂക്ഷിച്ചിരുന്ന ഉടനെ പണി വരും. ഈ ലേണേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്തെ നമ്മള് എല്ലാ സുരക്ഷനെ പറ്റിയൊക്കെ പറയും. പക്ഷെ അത് ലേണേഴ്സ് എഴുതി പഠിച്ച് അതൊന്ന് പാസ്സാവാൻ വേണ്ടി മാത്രമായിട്ട് ചിലർ ഈ ചെവിലൂടെ കേട്ട് ഇതിലൂടെ കളയുന്ന അവസ്ഥ. പലർക്കും ഇത്തരം സുരക്ഷാ മുൻഗണനകളൊക്കെ ഒരു പ്രഹസനം പോലെയാണ്. നമ്മൾ ആരെങ്കിലും കാറിന്റെ ബാക്ക് സീറ്റിലിരിക്കുമ്പോ ബെൽറ്റ് ഇടാറുണ്ടോ? ഉണ്ടോ? അവിടെ ബാക്ക് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഉണ്ട്. അതെ, നോക്കിയിട്ടുണ്ടോ? ഇല്ല, ആരും ശ്രദ്ധിക്കാറുമില്ല. ഇല്ല. ഇപ്പോഴും AI ക്യാമറകളിൽ മുൻ സീറ്റുകളിൽ മാത്രമാണ് ഈ ബെൽറ്റ് ഇടേണ്ടത് നിർബന്ധം. അത് മാത്രമേ ആ ഒരു ക്യാമറയിൽ പതിയുകയുള്ളൂ. ബാക്കിൽ എന്താ ലക്ഷ്യമായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോ ഓർക്കുന്നത് ആ AI ക്യാമറയിലെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങളാ. ഈ കറുത്ത ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ബെൽറ്റ്, കൂടാതെ നമ്മളൊരു ബാഗൊക്കെ കൈ പിടിക്കുകയാണെങ്കിൽ അത് പതിയാൻ ചാൻസ് കുറവാണ്. പിന്നെ ഒരിടയ്ക്ക് ട്രെൻഡ് ജ്യോതിക ശ്രദ്ധിച്ചായിരുന്നോ? AI ക്യാമറയുടെ ഫോട്ടോ നമ്മുടെ മൊബൈലിലേക്ക് വരുമല്ലോ. ചിലവരത് സേവ് ദ ഡേറ്റ് ഒക്കെ ആക്കാൻ വേണ്ടിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്ന ഒരു ഫോട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നു, 500 രൂപയുടെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കപ്പിൾസ് ആണെങ്കിൽ തന്നെ ഒരുമിച്ചൊക്കെ ബൈക്കിൽ പോകുന്നത് വലിയ ഹീറോയിക് ആയിട്ട് ആ ഫോട്ടോ നമ്മുടെ മൊബൈലിൽ വരുന്ന ആ ചെല്ലാന്റെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാം റീൽസുകളാക്കി മാറ്റി വലിയ താരപരിവേഷമൊക്കെ ചെയ്യുന്നത്. അതങ്ങനെയാക്കി മാറ്റുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാണെങ്കിലും അതൊക്കെ നമുക്ക് മാറ്റിയെടുത്തേ മതിയാവും. നമ്മൾ കൂടുതലും സുരക്ഷയെ തന്നെ അല്ലെ മുൻനിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഈ AI ക്യാമറ ഇരുചക്ര വാഹനങ്ങളും ഇതൊക്കെ പോലെ തന്നെയും
നിർബന്ധമാക്കിയിട്ട് കുറച്ചും കൂടെ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താനായിട്ട് സഹായിക്കും അല്ലെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടതും. കാരണം നമ്മൾ ക്യാമറ എന്നതിലുപരി നമ്മുടെ സ്വയം സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വാഹനം ഓടിക്കണം. പലർക്കും 500 രൂപ കളയാനൊരു മടിയാണ്. അതാണ് ഈ ക്യാമറ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ പലരും ക്യാമറ പേടിച്ച് ഹെൽമെറ്റ് വെക്കുന്നതും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതും. അതൊക്കെ കുറച്ചും കൂടെ ഈ ഞാൻ പറഞ്ഞതുപോലെ ലേണേഴ്സിലൊക്കെ നമ്മൾ പഠിച്ച് എക്സാം എഴുതി ജയിക്കുന്നതിനപ്പുറത്തേക്ക് അത് പ്രാവർത്തികമാകാൻ കൂടെ പലർക്കും മടി എന്താണെന്ന്. തീർച്ചയായും. അതുപോലെ ഈ ക്യാമറ എല്ലാ റോഡുകളിലും ഒന്നുമില്ല, പ്രധാനപ്പെട്ട ചില റോഡുകളിലും മറ്റും മാത്രമേ ഉള്ളൂ. അതിനിയും വ്യാപിപ്പിക്കേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ്. സ്പീഡ് ക്യാമറകളും അങ്ങനെയൊക്കെ. ബാക്കിയുള്ളിടത്ത് ഇപ്പോഴും നിയമലംഘനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അതെ അതെ. അപ്പൊ ക്യാമറ ഇനിയും വേണമല്ലേ? പല സ്ഥലങ്ങളിലും ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. എന്താണെങ്കിലും ചിലയിടത്ത് അപകട വളവുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ ഈ ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പേരിലൊക്കെ വളരെ സാരമായിട്ടുള്ളൊരു പരിക്ക് തന്നെ തലയ്ക്കൊക്കെ ഏൽക്കും. മരണങ്ങൾ ഒരുപാട് സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നുകൂടെ ഞാൻ വരുന്ന സമയത്ത് 3 പേരാണ് ഒരു ബൈക്കിൽ ഉണ്ടായിരുന്നത്, ഒരു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത്. 3 പേരും ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് ഒട്ടുമില്ല, ഒരു ബാക്കിലുള്ളതാരും പറയണ്ടല്ലോ. 3 പേരും പോകുന്നു. ഒരു പെട്ടെന്നൊരു കാറുകാരൻ ഒന്ന് സൈഡ് എടുത്തതാ, ഈ 3 പേരും ചേർന്ന് ഒന്നാമതേ ആ സ്കൂട്ടർ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഡ് എടുത്തപ്പോഴേക്കും വളഞ്ഞ് വീഴാൻ പോയിട്ടുണ്ടായി. ഞാൻ തന്നെ അത് കണ്ടപ്പോൾ പേടിച്ചു പോയി. അപ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ ഇതിൽ കാണുന്നത്. അവിടെ ആ പരിസരത്തൊന്നും ക്യാമറയില്ല. ആ പരിസരത്ത് ക്യാമറ ഇല്ല എന്നുള്ളൊരു സൗകര്യവും കൂടെ കണക്കിലെടുത്തിട്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. അപ്പൊ അതൊക്കെ ഇനി മാറേണ്ട സമയമായിട്ടുണ്ട്. കൃഷ്ണൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി എഴുതിയതായിരുന്നു. ഊബറിൽ ഒരു കാറായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോൾ ഡ്രൈവർ ഒരുമാതിരി ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കുകയാണ്. ഡ്രൈവർക്ക് കേട്ടുവരിച്ചില്ല. അത് തന്നെ സംഭവം. അതായത് ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് കാറിന്റെ ബെൽറ്റ് ഒക്കെ ഇടുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു എന്നൊക്കെ പറയുമ്പോ അപ്പോ പലർക്കും അതിന്റെ ഒന്നും സീരിയസ്നെസ് തീരെ അറിയില്ല. അപ്പോ ഇത്തരം ക്യാമറകളൊക്കെ വരുമ്പോ കുറച്ചുകൂടി സീരിയസ് ആകുമായിരിക്കും അല്ലേ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഈ കെൽട്രോണ് കൊടുക്കാനുള്ള പൈസ ഒക്കെ കൊടുത്ത് കെൽട്രോൺ അത് ജിയോക്കെ ഒക്കെ അടച്ചു വരുമ്പോഴത്തേക്കും എനിക്കിനി സംശയമുള്ളത് ഈ കൂട്ടി കിടക്കുന്നത് ഇനി പരിഗണിക്കണ്ട എന്നുള്ളത് അല്ലേ? അതിന്റെ ആവശ്യം തൽക്കാലത്തേക്ക് ഇല്ല. എന്താണെങ്കിലും ഇനി മുന്നോട്ടുള്ളത് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിലപാടാണ് നമ്മുടെ ഗതാഗത മന്ത്രി CP ജോൺ ഉൾപ്പെടെ. എന്തായാലും ഇതൊരു നല്ല മുന്നേറ്റമാണ്. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക അല്ലേ? അത്രേ പറയുള്ളൂ.